എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും സൂര്യൻ വല്ലപ്പോഴേ പോയി വന്നിട്ടുള്ളേ. അപ്പോഴേക്കും കുറച്ച് വിരുന്നുകാര് വരുന്നുണ്ട്. അത് വേറെ ആരും കേട്ടോ, അച്ഛനും അമ്മയും ആദർശകാരും പിന്നെ കിച്ചൂട്ടനുണ്ടേ. നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും ലീവാണല്ലോ. അപ്പൊ ഇന്ന് നൈറ്റ് ഇവിടെ കൂടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും. തേജുട്ടൻ ഫുള്ള് ഹാപ്പി ആയിട്ട് അവര് വരുന്ന കണ്ടപ്പോ, കാരണം എല്ലാവരും ഉണ്ടാവല്ലോ 2 ദിവസം. കിച്ചൂട്ടനാണെങ്കിൽ വീട് മൊത്തത്തിലൊന്നും നോക്കണ്ടേ, അവന് വീട് മാറിയത് മനസ്സിലായിട്ടാ. കുറെ പേര് കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു കേട്ടോ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛന് കുറവുണ്ട് കേട്ടോ, അച്ഛൻ പണിക്കൊക്കെ പോയി തുടങ്ങിണ്ടേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആദർശം പാടെ ഒന്ന് കറവത്തൂർക്ക് കുറച്ച് ചിക്കനും കുറച്ച് മീനും പിന്നെ കുറച്ച് വെജിറ്റബിൾസും വാങ്ങാണ്ടിട്ടാ. ഞങ്ങള് രണ്ടാളും പാടെ പിന്നെ എന്റെ ബുള്ളറ്റിലായിട്ട് പോയത്. ആദ്യം ചിക്കൻ വാങ്ങാനായിട്ട് കയറിയത്. പിന്നെ നമ്മുടെ ഹിന്ദിക്കാരൻ തലങ്ങും വിലങ്ങും കോഴീനെ വിട്ടണ്ടേ. സംഭവം കാണുമ്പോ ഒരു വിഷമാട്ടോ. പിന്നെ കൊന്ന പാവം തിന്ന തീരുന്നാലോ പറയാറ്. അടുത്തത് നേരെ പോയത് പച്ചക്കറി വാങ്ങാനാണ്. പിന്നെ തേജുവിന് ജംസ് മിഠായും എല്ലാവർക്കും ഐസ്ക്രീമും വാങ്ങിട്ടാ. ഒരു കവർ നിറയെ പച്ചക്കറിയും പിള്ളേർക്ക് മിഠായി വാങ്ങിയിട്ട് നേരെ പോയത് മീൻ വാങ്ങാനാണ് ട്ടാ. സൂര്യക്കാണെങ്കിൽ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ കിട്ടിയപ്പോ ആള് ഹാപ്പി ആയിട്ടുണ്ട്. ആദർശാണെങ്കിൽ തേജുവിന് പനിക്കുമ്പോ വാങ്ങിയ ORS എടുത്ത് കുടിക്കണ്ടേ. തേജു ഞാൻ കൊണ്ടുവന്ന കവർ നോക്കി നടക്കായിരുന്നു കേട്ടോ. അവസാനം അവനുള്ള ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. പിന്നെ കിച്ചണിലേക്ക് പോയപ്പോ സൂര്യ ഒരേ പണിയാട്ടോ അവിടെ. വേറെ ഒന്നുമല്ല കേട്ടോ, കറിക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ 2 തരം മീൻ വാങ്ങിണ്ടായിരുന്നു കേട്ടോ. ചൂടിയും വാങ്ങിണ്ടായിരുന്നു, പിന്നെ പുതിയാപ്പിളക്കോരനും വാങ്ങിണ്ടായിരുന്നേ. അമ്മയ്ക്ക് പണി കിട്ടിയെന്നാ തോന്നുന്നത്. നൈറ്റ് പോയതുകൊണ്ട് തന്നെ കഷ്ണം മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോഴാണ് ഇങ്ങനത്തെ മീനുകൾ വാങ്ങിക്കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ അവിടെയും ഇവിടെയും അമ്മ വെറുതെ ഒന്നും ഇരിക്കില്ല കേട്ടോ. ഓരോ പണികൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയും. ഞാൻ കൊടുന്ന ഐസ്ക്രീം പിന്നെ അമ്മയ്ക്കും സൂര്യക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തേജ് ഫുള്ള് തിന്ന് തീർക്കാവിട്ടിരുന്നിട്ട്. കിച്ചുട്ടനാണെങ്കിൽ എന്റെ സൗണ്ട് കേട്ടിട്ട് എന്നെ തന്നെ നോക്കി കിടക്കട്ട ആള്. കിച്ചുട്ടനൊന്ന് എണീച്ച് വരട്ടോ. തേജു എന്റെ ഐസ്ക്രീം തീറ്റൊക്കെ അവൻ റെഡിയാക്കി തരും. ഞങ്ങളെല്ലാരും കൂടിയിട്ട് ബാലൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണേ. അതിന്റെ ഇടയിൽ സൂര്യ വിളിച്ചോട്ടോ, ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗ്യാസ് കുറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയാപ്പിള നേരാക്കിയിട്ട് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് വറുത്തത് കൊഴുവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാരും പാടെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. അപ്പൊ സൂര്യ കുട്ടീനെ നോക്കുവായിരുന്നേ. അച്ഛൻ പിന്നെ ഹാളിൽ ഇരുന്നിട്ട് ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. ഞങ്ങള് 3 പാടെ ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണേ. ചോറിന് സ്പെഷ്യലി മീൻകറി മീൻ വറുത്തതും അച്ചാറൊക്കെ ഉണ്ടായിരുന്നേ. തേജുവിന് പിന്നെ ഈ കൊഴുവ മീൻ നല്ല ഇഷ്ടമാണ്. നല്ല മുരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളിങ്ങനെ മെല്ലെ മെല്ലെ പറക്കി തിന്നിട്ടാള്. അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോര് കൂട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂര്യ അമ്മയും പാടെ ഇരുന്നിട്ട് ലാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ സൂര്യ ചൂലെടുത്ത് അടിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെ മോപ്പെടുത്ത് തുടക്കലായി. അങ്ങനെ മൊത്തത്തില് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നൈറ്റ് അടിച്ചു വാരിട്ട് പുറത്തേക്ക് ഇടാൻ പാടില്ലെന്ന് അറിയാട്ടോ. അതുകൊണ്ട് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെ തേജുവിന്റെ കലാവിരുതാട്ടോ ആദർശന്റെ മുഖത്ത് കാണുന്നത്. തേജുവിനാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിട്ടോ സുന്ദരകുട്ടപ്പനാക്കിയിട്ട് വിട്. തേജുന്ന് ഞങ്ങളുടെ ഒപ്പം കിടക്കണില്ല, ആദർശ് പാപ്പടിയും മേമയുടെ ഒപ്പം കിടക്കണമെന്ന് പറഞ്ഞിട്ടാള്. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറക്കണ സൗണ്ട് കേട്ട് പോയതട്ടോ. ഷുഗർ കട്ടുള്ള സൂര്യ 7up കട്ടിൽ കുടിക്കണ്ടേ. എന്നെ കണ്ടിട്ട് മുഖം പൊത്തിട്ട് നിൽക്കുകയാണേ. എന്നും നീണ്ടു നിവർന്ന് കട്ടിൽ കിടക്കണ ഡോളിന്റെ സ്ഥാനം നിലത്താട്ടാ. പാവം വിഷമിച്ചിട്ട് തല താത്തിട്ട് ഇരിക്കുകയാണേ. അപ്പൊ ഇന്നത്തെ കുഞ്ഞുപൊടി എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ഓക്കെ, ബൈ.